നല്ല പച്ച കൊടപ്പുളി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ കൊടപ്പുളി ഉണ്ടല്ലോ നല്ല അതിൻ്റെ ഉള്ളിലൊരു കുരു ഉണ്ട്. ആ കുരു വളരെ വിശേഷപ്പെട്ടതാണ്. വിശേഷപ്പെട്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നൊസ്റ്റാൾജിയാണ്. നല്ല ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുരട്ടി കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല രസമാണ്. അത് കഴിച്ചവർക്ക് അതിൻ്റെ ടേസ്റ്റ് അറിയാം. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് നോക്കി നോക്കിയിട, നല്ല ടേസ്റ്റാണ്. പിന്നെ ഈ കുടംപുളി നമുക്ക് പച്ചക്ക് മീനിലിട്ടാലും നല്ല രസം. അയിലയിലൊക്കെ നല്ല ടേസ്റ്റാണത്. പച്ചക്ക് ഇട്ടാലും മാങ്ങയിലും ടേസ്റ്റാണ് പച്ചക്കുടംപുളി ഇട്ടിട്ട് അയിലക്കറി വെച്ചാൽ. പിന്നെ ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കുടംപുളി ലേഹ്യം ഉണ്ടാക്കി കഴിക്കും. ശർക്കരയും നാളികേരമൊക്കെ ഇട്ടിട്ട് നല്ല ഈ കുടംപുളിയുടെ കുരു തന്നെ ലേഹ്യം ഉണ്ടാക്കി കഴിക്കും. അത് മറ്റേ നടുവേദനയ്ക്കും ഒക്കെ വിശേഷമാണ്. അതുപോലെ ഈ കുടംപുളി ലേഹ്യം പ്രസവിച്ച പെണ്ണുങ്ങൾക്ക് നല്ലതാണ്. പ്രസവിച്ച പെണ്ണുങ്ങൾക്കാണ് നമ്മൾ ആദ്യം കുടംപുളി ലേഹ്യമാണ് കൊടുക്കുക. ആ കുടംപുളി ലേഹ്യം കഴിക്കുമ്പോൾ വയറ് ചുരുങ്ങാനും അതുപോലെ നടുവേദന ഇതൊക്കെ വളരെ വിശേഷമാണ്. അപ്പം നമ്മൾ ഈ കുടംപുളിയൊക്കെ കിട്ടുമ്പോൾ അത് വളരെ സൂക്ഷിച്ചെടുത്ത് വെക്കണം. പഴയ അമ്മമാരൊക്കെ ഒരെണ്ണം പോലും കളയില്ല. ഇതെടുത്തിട്ട് ഉടച്ച് അതിൻ്റെ കുരു മാറ്റി കഴുകി വൃത്തിയാക്കി അട്ടങ്ങളിലൊക്കെ വെച്ചിട്ട് പുക കൊടുത്തിട്ടാണ് ഉപയോഗിക്കുക. മഴക്കാലത്തായതുകൊണ്ട് വെയിലൊന്നും ഉണ്ടാവില്ലല്ലോ. വെയിലുള്ള സമയത്ത് വെയിലത്ത് വയ്ക്കും. അത് കഴിഞ്ഞ് അത് നമ്മൾ പുക കൊടുത്തിട്ടാണ് ഇത് ഉണക്കിയെടുക്കുക. ഇത് ഉണങ്ങി കഴിയുമ്പോൾ നല്ല ചുരുങ്ങി കറുത്ത നിറമായിട്ട് കിട്ടും. അപ്പം നമ്മളത് ഉപ്പ് പുരട്ടി ഭരണികളിലാക്കി സൂക്ഷിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈ ഇത്രയും നല്ലൊരു കുടംപുളി ഈ സീസണിൽ കിട്ടുന്ന കുടംപുളിയൊക്കെ നമ്മൾ സൂക്ഷിച്ച് വെക്കണം. പിന്നെ ഈ കുടംപുളി നമ്മൾ കൈ കൊണ്ട് തന്നെ ഉടയ്ക്കണം. കൈ കൊണ്ട് ഉടച്ചെടുക്കണം. മറ്റേ കത്തി തട്ടിച്ചാൽ ഇതിനൊരു കറുപ്പ് ഇങ്ങനെ ടേസ്റ്റ് വ്യത്യാസം വരും. അപ്പം അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ ഉടച്ചിട്ടാണത് കുരു എടുത്ത് മാറ്റാം. അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. ഇതിന് ഈ ഉടച്ചെടുത്ത പുളി നമുക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് ആണ് ഉണക്കിയെടുക്കേണ്ടത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇത് ഉണക്കണം. അല്ലെങ്കിൽ ഇതിലൊരു കറയൊക്കെ ഉണ്ടാവും. ഞാൻ നേരത്തെ കാണിച്ചത് പച്ചക്കുടംപുളിയാണ്. ഇത് നമ്മൾ പുകയില്ലാത്ത അടുപ്പിൻ്റെ സൈഡിൽ വെച്ചിട്ട് പതുക്കെ പുക കൊടുത്ത് ഉണക്കിയെടുത്തതാണിത്. അപ്പോൾ ഇതിനെ നമുക്ക് ഉപ്പ് പുരട്ടിയിട്ട് ഭരണിയിൽ സൂക്ഷിച്ചാൽ കുറേ വർഷം കേടുവരാതിരിക്കും. അപ്പോൾ നമ്മൾ ഈ കുടംപുളി ഉണങ്ങിയെടുത്തതാണ്. അപ്പോൾ ഈ ഉണങ്ങിയെടുത്ത കുടംപുളി നമ്മൾ ഉപ്പ് പുരട്ടിയിട്ട് നല്ല ഭരണികളിലൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് കുറേ നാൾ കേടുകൂടാതെ ഇത് സൂക്ഷിക്കാം. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനൊക്കെ ഈ കുടംപുളി ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ഇത് വളരെ വിശേഷമാണ് കൊളസ്ട്രോൾ കുറയാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ കഴിക്കേണ്ടതെന്ന് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. താങ്ക് യു.